കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായ ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താവ് ഉള്ളപ്പോൾ രണ്ടാം വിവാഹം കഴിച്ചാലുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിക്കുന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവർ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം വിചാരിച്ച പോലെ കേസ് കഴിയാതെ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഭാര്യ വേറൊരു സെയിം വൈബുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തിയതിന് ശേഷം അവർ തമ്മിൽ കല്യാണം കഴിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, IPC അണ്ടർ സെക്ഷൻ 494 ബൈഗാമി അല്ലെങ്കിൽ ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിലവിൽ ഒരു ഭർത്താവ് ഉള്ളപ്പോൾ ഡിവോഴ്സ് ആകാതെ വേറൊരു പുരുഷനെ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമായി എന്താണ്, തെറ്റാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ വിവാഹമോചനം നേടാതെയാണ് രണ്ടാം വിവാഹം ചെയ്ത യുവതിക്കും ഭർത്താവിനും എതിരെ ആദ്യ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ IPC 494 അനുസരിച്ച് യുവതിയെയും രണ്ടാം ഭർത്താവിനെയും വിചാരണ കോടതി 1 വർഷം കഠിന തടവും 2000 രൂപ പിഴയുമാണ് ആദ്യം വിധിച്ചത്. എന്നാൽ ഇതിനെതിരെ ഈ ഭാര്യ സെഷൻസ് കോടതിയിലേക്ക് പോയി. സെഷൻസ് കോടതിയിലേക്ക് പോയപ്പോൾ സെഷൻസ് കോടതി ട്രയൽ കോർട്ടിൻ്റെ ഈ ഒരു ഉത്തരവിനെ അല്ലെങ്കിൽ ഈ ശിക്ഷയെ റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് മുൻ ഭർത്താവ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഭർത്താവ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. അപ്പോൾ 2000 രൂപയുണ്ടായിരുന്ന പിഴത്തുക 20,000 രൂപയായിട്ട് ഹൈക്കോടതി ഉയർത്തുകയും കൂടാതെ കോടതി പിരിയും വരെ തടവ് എന്ന് പറയുന്ന ഒരു ശിക്ഷ നടപ്പിലാക്കുകയുമാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ ആദ്യ ഭർത്താവ് എന്ത് ചെയ്തു, ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ആദ്യ ഭർത്താവ് എന്ത് ചെയ്തു, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയപ്പോൾ പിഴത്തുക എന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നു, 20,000 എന്ന് പറയുന്നത് 2000 ആക്കി കുറച്ച്. അപ്പോൾ പോയിന്റ് മനസ്സിലാക്കുക, വിചാരണ കോടതി 2000 ആക്കി, സെഷൻസ് കോടതി റദ്ദാക്കി ആ 2000-ന്, ഹൈക്കോടതി അത് വീണ്ടും 20,000 രൂപയാക്കി മാറ്റി, സുപ്രീം കോടതി വീണ്ടും അതെന്താക്കി മാറ്റി 2000 രൂപയാക്കി മാറ്റി. കൂടാതെ ഭർത്താവിനും ഭാര്യയ്ക്കും 6 മാസം തടവും വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തടവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കുട്ടിയുണ്ട്, 6 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ തടവ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്, അതായത് രണ്ടാം ഭർത്താവ് ആദ്യം 6 മാസം തടവ് ശിക്ഷ അനുഭവിക്കുക. ആ സമയത്ത് ഈ ഭാര്യ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭർത്താവിൻ്റെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഭാര്യ 6 മാസം തടവ് ശിക്ഷ അനുഭവിക്കുക. ആ സമയത്ത് രണ്ടാം ഭർത്താവ് കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ പരിപൂർണമായിട്ടും ഒരു ഡിവോഴ്സ് കിട്ടാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, രണ്ടാമത്തെ കല്യാണം കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെ രണ്ടാം കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ബൈഗാമി IPC 494 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം സുപ്രീം കോടതിയുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന തടവ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ലഭിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. എന്നാൽ എക്സ്പാർട്ടി ഡിവോഴ്സിൻ്റെ കാലയളവിൽ രണ്ടാം വിവാഹം കല്യാണം കഴിക്കുവാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ പൊങ്ങി വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.